ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് ഞാനും എൻ്റെ ഫ്രണ്ട്സും കൂടെ വയനാട്ടിലെ ബിഗ്ഗസ്റ്റ് ഫെസ്റ്റിവലായിട്ടുള്ള പൂപ്പൊലി 2025 കാണാൻ വേണ്ടി പോവാണ് കേട്ടോ. ഇത് നടക്കുന്നത് നമ്മുടെ സ്വന്തം നാട്ടിലാണ്, അമ്പലവയൽ. ടൗണിലെത്തിയപ്പോൾ അത്യാവശ്യം നല്ല തിരക്കുണ്ട് കേട്ടോ. നമുക്കിവിടെ എത്താൻ ഒരു 10 മിനിറ്റ് പോലും വേണ്ട, അത്ര അടുത്താണ് കേട്ടോ. അങ്ങനെ ഞങ്ങളെത്തി, വണ്ടിയൊക്കെ പാർക്ക് ചെയ്ത് നേരെ ടിക്കറ്റ് എടുക്കാൻ വേണ്ടി പോയിട്ടുണ്ടായിരുന്നു. ഞാനാണ് കേട്ടോ ടിക്കറ്റ് എടുക്കാൻ വേണ്ടി പോയത്. വലിയവർക്ക് വരുന്നത് 60 രൂപയും കുട്ടികൾക്ക് വരുന്നത് 30 രൂപയാണ്. ഓരോ വർഷം കഴിയുമ്പോഴും ടിക്കറ്റിന് ഇങ്ങനെ 10 രൂപ വെച്ച് കൂടുന്നുണ്ട് കേട്ടോ. കഴിഞ്ഞ വർഷം 50 ആയിരുന്നു, ഈ വർഷം 60 ആയിട്ടുണ്ട്. അങ്ങനെ ടിക്കറ്റൊക്കെ എടുത്ത് ഞങ്ങൾ ഉള്ളിലേക്ക് കയറുകയാണ്. എൻട്രൻസിൻ്റെ അവിടെ ഇങ്ങനെ പൂപ്പൊലി 2025 എന്നൊക്കെ എഴുതിയിട്ടുണ്ട് കേട്ടോ. ഉള്ളിൽ കയറിയപ്പോൾ പുറത്ത് കണ്ട അത്ര തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല. എൻ്റെ ഫ്രണ്ട്സ് ആണെങ്കിൽ ഇത് തുടങ്ങിയിട്ട് 3 വട്ടമെങ്കിലും ഉള്ളിൽ കയറിയിട്ടുണ്ടാവും. അതുകൊണ്ട് അവർക്ക് എൻട്രൻസിൽ കൂടെ കയറാൻ നല്ല മടിയായിരുന്നു കേട്ടോ. ഞാൻ ഫസ്റ്റ് ടൈം ആയതുകൊണ്ട് എൻ്റെ ഒരൊറ്റ നിർബന്ധത്തിലാണ് അവർ ഫ്രണ്ടിൽ കൂടെ കയറിയിട്ടുണ്ടായിരുന്നേ. ഉള്ളിൽ കയറി കഴിഞ്ഞാൽ പിന്നെ ഒന്നും പറയണ്ടല്ലോ, എവിടെ നോക്കിയാലും പൂക്കളാണ് കേട്ടോ. ഇതിൻ്റെ ഉള്ളിൽ കയറി കഴിഞ്ഞാൽ വന്നത് എന്തായാലും വെറുതെ ആവൂല കേട്ടോ, അത്രയ്ക്കുണ്ട് കാണാനായിട്ട്. പകല് വരുന്നതിനേക്കാൾ അടിപൊളിയാണ് കേട്ടോ രാത്രി വരുന്നത്. രാത്രി ആവുമ്പോൾ ആ പൂക്കളുടെ കളറ് തന്നെ മാറുകയാണ്. മൊത്തത്തിലുള്ള ആംബിയൻസ് രാത്രി കാണാൻ നല്ല രസമാണ്. അവിടുന്ന് ഞങ്ങൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിൻ്റെ തൊട്ടടുത്ത് തന്നെ ഒരു കുളമുണ്ട്. അവർ ഫിറ്റ് ചെയ്തിട്ടുള്ള ആ ലൈറ്റിങ് കാരണം പൂക്കളുടെ മൊത്തത്തിലുള്ള കളറേ മാറുകയാണ്. കാണാൻ അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. പിന്നെ അവർ പൂക്കളെയൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നതും പറയാതിരിക്കാൻ വയ്യ, അടിപൊളിയാണ് കേട്ടോ. അവിടുന്ന് നമ്മൾ നേരെ പോയിട്ടുണ്ടായിരുന്നത് ബേർഡ്സിൻ്റെ ഒരു സെക്ഷനിലേക്കായിരുന്നു കേട്ടോ. അവിടെ കുറേ കോഴിയും താറാവും കാടയും അങ്ങനെ എന്തൊക്കെയോ ഉണ്ടായിരുന്നു. അതിൻ്റെ തൊട്ടടുത്ത് തന്നെ കുട്ടികൾക്ക് കളിക്കാൻ വേണ്ടി ഒരു പാർക്കും സെറ്റ് ചെയ്തിട്ടുണ്ട്. അവിടെയൊക്കെ ഒന്ന് ചുറ്റി നടന്ന് കണ്ടു കഴിഞ്ഞ് ഞങ്ങൾ നേരെ പോയിട്ടുണ്ടായിരുന്നത് സ്റ്റോളിൽ കയറാൻ വേണ്ടിയിട്ടായിരുന്നു കേട്ടോ. സ്റ്റോളിലേക്ക് പോകുന്ന വഴി അടിപൊളിയായിരുന്നു കേട്ടോ. അതിൻ്റെ ചുറ്റും റോസാപ്പൂക്കളായിരുന്നു. അവിടെ അവർ കുറേ ലൈറ്റൊക്കെ വെച്ച് സെറ്റ് ചെയ്തിട്ടുണ്ട്, അതും കാണാൻ നല്ല രസമായിട്ടുണ്ടായിരുന്നു. ഇവിടെ ഒന്നും വലിയ തിരക്കില്ലെങ്കിലും സ്റ്റോളിൻ്റെ ഉള്ളിൽ കയറി കഴിഞ്ഞാൽ നല്ല തിരക്കാണ് കേട്ടോ. കുറേ എന്തിൻ്റെയൊക്കെയോ കടകളുണ്ട് അതിൻ്റെ ഉള്ളിൽ, അതുകൊണ്ട് തന്നെ നല്ല തിരക്കാണ് കേട്ടോ. കയറി കഴിഞ്ഞാൽ ഒരു 1-1.5 മണിക്കൂർ എടുക്കും അതിൻ്റെ ഉള്ളിൽ നിന്നൊന്ന് പുറത്ത് വരാനായിട്ട്. ഞങ്ങൾ ഫ്രണ്ട്സായി പോയി കഴിഞ്ഞാൽ എല്ലാ കടയിലും ഒന്ന് കയറി ഇറങ്ങാറുള്ളത് പതിവാണ് കേട്ടോ. പക്ഷേ ഇവിടുത്തെ തിരക്ക് കാരണം ഇന്ന് ഞങ്ങൾ അധികം കടയിലൊന്നും കയറിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. ഒന്നും വാങ്ങുന്നില്ല എന്ന് വിചാരിച്ച് കയറിയതാണ് കേട്ടോ. കയറിയപ്പോൾ തന്നെ കണ്ടിട്ടുണ്ടായിരുന്നത് കുറേ ചിപ്സൊക്കെയാണ്. അപ്പോൾ നമ്മൾ കടച്ചക്ക കൊണ്ടുണ്ടാക്കിയ ഒരു ചിപ്സ് വാങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ അത്തറിൻ്റെ ഷോപ്പൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ജസ്റ്റ് അവിടേക്കൊന്ന് കയറി നോക്കിയിട്ടുണ്ടായിരുന്നു. ഒന്നും വാങ്ങുന്നില്ല എന്ന് വിചാരിച്ച് പോയാലും അവിടെ നിരന്നിരിക്കുന്ന സാധനങ്ങളൊക്കെ കാണുമ്പോൾ വെറുതെ എങ്കിലും ഒന്ന് കയറി നോക്കാൻ തോന്നും. പിന്നെ സ്റ്റോളിൻ്റെ ഉള്ളിൽ തന്നെ ഇങ്ങനത്തെ ഗെയിംസൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. 30 രൂപയാണ്. ഞങ്ങൾ അവിടെ ഒന്നും അധികം നേരം നിന്നില്ല കേട്ടോ. നമ്മൾ നേരെ പോയിട്ടുണ്ടായിരുന്നത് ഫുഡ് കോർട്ടിലേക്കായിരുന്നു. ഫുഡ് കോർട്ടിലും അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ. കുറേ ബജ്ജി കടകളൊക്കെ ഉണ്ടായിരുന്നു. ആദ്യം തന്നെ ഞങ്ങൾ വാങ്ങിയിട്ടുണ്ടായിരുന്നത് കോളിഫ്ലവർ ബജ്ജിയായിരുന്നു. അത് അത്യാവശ്യം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. നല്ല ചൂടും ഉണ്ടായിരുന്നു. അത് കഴിച്ച് കഴിഞ്ഞ് ഞങ്ങൾ വാങ്ങിയിട്ടുണ്ടായിരുന്നത് മസാല പൂരി ആയിരുന്നു. അതെനിക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. എന്തോ ഒരു ടേസ്റ്റ് ആയിരുന്നു അതിന്. അത് കഴിഞ്ഞ് ഞങ്ങൾ പാനിപൂരി വാങ്ങാമെന്ന് വിചാരിച്ചു കേട്ടോ. അത് വാങ്ങാൻ വേണ്ടി നിൽക്കുമ്പോൾ നമ്മുടെ അടുത്ത് നിന്നൊരു ചേട്ടൻ പറഞ്ഞു, അത് വാങ്ങാൻ നിൽക്കേണ്ട മക്കളെ, ഒരു വകയ്ക്ക് കൊള്ളില്ല എന്ന്. മസാലപ്പൂരി വാങ്ങി കഴിച്ച് തന്നെ ഞാൻ ചടച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അതുകൂടെ വാങ്ങി ചടയ്ക്കേണ്ടെന്ന് വിചാരിച്ച് വാങ്ങിയിട്ടുണ്ടായിരുന്നില്ല. എനിക്കിതിൻ്റെ ഒന്നും ടേസ്റ്റ് ഒട്ടും ഇഷ്ടപ്പെട്ടില്ലെങ്കിലും എൻ്റെ ഫ്രണ്ട്സിന് ഇതിൻ്റെയൊക്കെ ടേസ്റ്റ് നന്നായി ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അവിടെ നിന്ന് ഞങ്ങളൊരു മോര് സോഡയും കൂടെ കുടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. എനിക്കതും ഒട്ടും ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല. അവിടെ നിന്ന് ഞങ്ങൾ നേരെ യന്ത്രൂഞ്ഞാലിൽ കയറാൻ വേണ്ടി പോയിട്ടുണ്ടായിരുന്നു. എനിക്കും കേപ്പിക്കും ഇതിൽ കയറാൻ വേണ്ടി നല്ല പേടിയുണ്ടായിരുന്നു കേട്ടോ. പക്ഷേ ഞങ്ങളുടെ കൂടെയുള്ള നെഹിലിന് ഇതിൽ കയറിയേ പറ്റുമെന്ന് ഒരേ വാശിയായിരുന്നു. അങ്ങനെ അവൻ്റെ നിർബന്ധത്തിൽ ഞങ്ങൾ അതിൽ കയറാൻ വേണ്ടി പോവാണ്. അവൻ തന്നെ 500 രൂപ എടുത്ത് തന്നിട്ട് എന്നോട് പറഞ്ഞു പോയി ടിക്കറ്റ് എടുക്കാൻ. ഒരാൾക്ക് 100 രൂപയാണ് കേട്ടോ വരുന്നത്. ഉള്ളിൽ ചെറിയൊരു ഭയം ഉണ്ടെങ്കിലും അവൻ്റെ ഒരൊറ്റ ആഗ്രഹത്തിൻ്റെ പേരിൽ ഞങ്ങളതിൽ കയറാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇതിൽ ഞാൻ ഫസ്റ്റ് ടൈം അല്ല കേട്ടോ കയറുന്നത്. എല്ലാ പ്രാവശ്യവും പൂപ്പൊലിക്ക് വരുമ്പോൾ കയറാറുണ്ടെങ്കിലും
എനിക്ക് നല്ല പേടിയാണ്. അങ്ങനെ പേടിച്ച് ഇപ്രാവശ്യവും കയറിയിട്ടുണ്ടായിരുന്നു. കയറി ഒരു വിധത്തിൽ നമ്മൾ താഴെ എത്തിയിട്ടുണ്ട് കേട്ടോ. പിന്നെ ഞങ്ങൾ കുറച്ച് നേരം സ്റ്റേജിലെ പെർഫോമൻസൊക്കെ കണ്ട് നിന്നിട്ടുണ്ടായിരുന്നു. നല്ല കിടിലൻ പെർഫോമൻസ് ആണ് കേട്ടോ ഇന്നും സ്റ്റേജിൽ നടക്കുന്നത്. ജനുവരി 1 തൊട്ട് ജനുവരി 15 വരെയാണ്. വയനാട്ടിലെ വൺ ഓഫ് ദി ബിഗ്ഗസ്റ്റ് ഫ്ലവർ ഷോ ആണ് കേട്ടോ പൂപ്പൊലി. ഫാമിലിയൊക്കെ ആയി വന്ന് എൻജോയ് ചെയ്യാൻ പറ്റിയ ഒരു അടിപൊളി ഫ്ലവർ ഷോ ആണ്. വയനാട്ടിൽ വരാൻ പറ്റിയാൽ നിങ്ങൾ എന്തായാലും വന്നൊന്ന് കാണണം. അപ്പോൾ ഗൈസ്, നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ കേട്ടോ. ബായ്.